ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ള ടോപ്പിക്കാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്ത് ഡിറ്റർമൈൻ ചെയ്യണമെന്നാണ് നമ്മളിൽ നോക്കുന്നത്. ബെറ്റർ ക്വാളിറ്റി പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് can have positive effect on economic growth. Institutions determine the cost of economic transactions. This spur development in the form of contracts and contract enforcement, common commercial codes, and increased availability of information, all of which reduces the cost of transactions, which risk and uncertainty. ബെറ്റർ ക്വാളിറ്റി ഉള്ള പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എക്കണോമിക് ഗ്രോത്തിൽ ഒരു പോസിറ്റീവ് എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്കണോമിക് ട്രാൻസാക്ഷൻസിൻ്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യണം. അവ കോൺട്രാക്റ്റിൻ്റെയും കോൺട്രാക്റ്റ് എൻഫോഴ്സ്മെൻറ്റിൻ്റെയും രൂപത്തിൽ ഡെവലപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കണം. കോമൺ കൊമേഴ്ഷ്യൽ കോഡുകൾ, ഇൻഫർമേഷൻസിൻ്റെ ഇൻക്രീസ്ഡ് അവൈലബിലിറ്റി, ഇവയെല്ലാം ട്രാൻസാക്ഷൻ്റെ കോസ്റ്റ്, റിസ്ക്, അൺസർട്ടനിറ്റി തുടങ്ങിയവ റെഡ്യൂസ് ചെയ്യുന്നു. Institutions determine the degree of appropriability of returns to investment, protection of property rights and the rule of laws per investment and thus increases income. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണിൻ്റെ അപ്രോപ്രിയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി റൈറ്റും റൂൾ ഓഫ് ലോയും ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ഇൻകം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. Institutions also determine the scope of oppression and expropriation of resources by elites. Unequal institutions which allow the dominance of powerful elites over economic exchange strongly limit development, as can be seen in the case of ex-colonial countries. ഇതൊക്കെ നമുക്ക് എക്സ്-കൊളോണിയൽ കൺട്രീസിൽ കാണാൻ സാധിക്കും. ഉന്നതരുടെ അടിച്ചമർത്തലിനെയും സമ്പത്ത് കൈക്കലാക്കലിൻ്റെ വ്യാപ്തിയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നു. ലാസ്റ്റ്ലി, institutions determine the degree to which the environment is conducive to cooperation and increase in social capital. Inclusive and participatory institutions increase in the flow of information and extent to which resources can be pooled to reduces risk and ensure sustained level of wealth. ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോർപ്പറേഷനും സോഷ്യൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിനും എൻവയോൺമെൻറ്റ് എത്രത്തോളം ബെറ്റർ ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യണു. ഇൻക്ലൂസീവ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫർമേഷൻ്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയും അപകട സാധ്യത കുറയ്ക്കുകയും സമ്പത്തിൻ്റെ വെൽത്തിൻ്റെ സസ്റ്റൈനബിൾ ലെവല് ഉറപ്പാക്കുന്നതിനും റിസോഴ്സസ് വിഭവസമാഹരണം നടത്താം. This fits nicely with the findings of historical studies that high-quality institutions today are rooted in the greater equality, political competition, and cooperative norms in the distant past. Institutions strongly affect the economic development of countries and act in society at all levels by determining the frameworks in which economic exchange occurs. They determine the volume of interactions available, the benefits from economic exchange, and the form which they can take. ഇന്ന് ഹൈ ലെവലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിസൻറ്റ് പാസ്റ്റിൽ ഗ്രേറ്റർ ഇക്വാളിറ്റിയിലും പൊളിറ്റിക്കൽ കോമ്പറ്റീഷനിലും കോപ്പറേറ്റീവ് നോംസിലും റൂട്ട് ചെയ്തിരിക്കുന്നു, വേരൂന്നിരിക്കുന്നു എന്ന ഹിസ്റ്ററി സ്റ്റഡികളുടെ കണ്ടെത്തലുമായിട്ട് ഇത് നന്നായി യോജിക്കുന്നു. അതിൽ എക്കണോമിക് എക്സ്ചേഞ്ച് ഉണ്ടാകുന്നു, അവൈലബിൾ ആയിട്ടുള്ള ഇൻ്ററാക്ഷൻസുകളുടെ വോളിയം, എക്കണോമിക് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ബെനഫിറ്റ്സ്, അത് അവയ്ക്ക് സ്വീകരിക്കാവുന്ന രൂപങ്ങൾ എന്നിവ ഡിറ്റർമൈൻ ചെയ്യുന്നു. The neoclassical and the endogenous models have become the traditional tools for economic growth explanation. This traditional approach provides insights into economic growth mechanisms. However, the approach has failed to explain the fundamental case of economic growth. Neoclassical and endogenous models economic growthനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുള്ള ട്രഡീഷണൽ ടൂൾസായിട്ട് മാറിയിരിക്കുന്നു. ഈ traditional approach provides insights into economic growth mechanism. However, economic growthൻ്റെ അടിസ്ഥാന കാരണം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഈ അപ്രോച്ച് ഫെയിലായി.
This reason innovation, technology, human capital development, physical capital, economies of scale, and government provision of services are growth in itself, and they cannot explain growth. Innovation, technology, human capital development, physical capital, എക്കണോമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ഗവൺമെൻറ് പ്രൊവിഷൻ ഓഫ് സർവീസസ് ഒക്കെ ഗ്രോത്താണ്. ഗ്രോത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. The arguments in favor of institutions in promoting economic growth are many. Economic institutions matter for economic growth because they influence in the incentives for the key performs in the economy. To be more specific, in the economy. എക്കണോമിക് ഗ്രോത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫേവർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്കണോമിക് ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. because they influence the incentives for the key performance of the economy. To be more specific, economic institutions influence the investment in physical and human capital, technology and organization of production. മോർ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിസിക്കൽ ക്യാപിറ്റലിനെയും ഹ്യൂമൻ ക്യാപിറ്റലിനെയും ടെക്നോളജി ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഫർദർ സജസ്റ്റഡ് ദാറ്റ് ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഓൾസോ മാറ്റർ ഇൻ ടേംസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ബട്ട് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ മോർ ഫണ്ടമെൻ്റൽ ഇൻ എക്സ്പ്ലെയിൻ ലോങ് റൺ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ ലോങ് റൺ എക്കണോമിക് ഗ്രോത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ മോർ ഫണ്ടമെൻ്റൽ ആണെന്നും അഭിപ്രായമുണ്ട്. Institutions are not only significant in explaining aggregate economic growth, but they are also important in explaining an array of economic outcomes such as the distribution of wealth, physical capital and incomes. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഗ്രിഗേറ്റ് എക്കണോമിക് ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ മാത്രമല്ല, റിസോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് വെൽത്തിൻ്റെ, ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഇൻകം, ആ റിസോഴ്സുകളുടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള എക്കണോമിക് ഔട്ട്കംസിൻ്റെ ഒരു അറേ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് മീൻസ് ദാറ്റ് economic institutions also influence how economic wealth is distributed among members of the society, be it output, income, physical capital or human capital. സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എക്കണോമിക് വെൽത്ത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നതിനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇതിൻ്റെ മീനിങ് എന്നതാണ് അതിൻ്റെ മീനിങ്. അത് പ്രൊഡക്ഷൻ, ഇൻകം, ഫിസിക്കൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ, ഇതൊക്കെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതാണ് ഈ നേരത്തെ പറഞ്ഞതിൻ്റെ മീനിങ്. Based on this, it can be contended that economic institutions determine the economic performance and distribution of റിസോഴ്സസ് ഇൻ ദ സൊസൈറ്റി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൊസൈറ്റിയിലെ എക്കണോമിക് പെർഫോമൻസും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സും ഡിറ്റർമൈൻ ചെയ്യുന്നത് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഗ്രിഗേറ്റ് എക്കണോമിക് ഗ്രോത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ മാത്രമല്ല, റിസോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലും എക്കണോമിക് ഔട്ട്കംസിൻ്റെ ഒരു അറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും ഇമ്പോർട്ടൻ്റ് ആണ്. സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എക്കണോമിക് വെൽത്ത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അർത്ഥം. അത് പ്രൊഡക്ഷൻ, ഇൻകം, ഫിസിക്കൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൊസൈറ്റിയുടെ എക്കണോമിക് പെർഫോമൻസും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസും ഡിറ്റർമൈൻ ചെയ്യുന്നത് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം.